السلام عليكم ورحمة الله وبركاته. تفسير درسنا 41. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين. أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. സൂറത്തുൽ ഹുമസയുടെ വിശദീകരണത്തിലാണ് നാം ഉള്ളത്. ഒന്നാമത്തെ ആയത്ത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്ന് രണ്ടാമത്തെ ആയത്ത് നമുക്ക് വിശദീകരിക്കാം. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, വൈലുൻ നാശമായ നാശമെല്ലാം, ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ജനങ്ങളെ കൊച്ചാക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കുമാകുന്നു. അല്ലതി, എങ്ങനെയുള്ള ജനങ്ങളെ കൊച്ചാക്കുന്നവൻ, ജമാ മാലൻ, ധാരാളം സമ്പത്ത്, പണം അവൻ ഒരുമിച്ച് കൂട്ടുന്നു, അദ്ദദ, എന്നിട്ട് അതിങ്ങനെ എണ്ണിക്കണക്കാക്കുന്നു. ധനസമ്പാദനം ഒരിക്കലും തന്നെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, വളരെയേറെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ് ധനസമ്പാദനം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ഹദീസിൽ തന്നെ കാണാം, അത്താജിറു സ്വദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സദ്ദീഖീൻ. സ്വർഗത്തിൽ അമ്പിയാക്കളോടുകൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഔലിയാക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിലാണ് കച്ചവടക്കാരനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എങ്ങനെയുള്ള കച്ചവടക്കാരനാകണം? നിബന്ധനയുണ്ട്. അത്താജിറു സ്വദൂഖുൽ അമീൻ, കള്ളം പറയാതെ വാസ്തവം മാത്രം പറഞ്ഞുകൊണ്ട്, ഉള്ളതു മാത്രം പറഞ്ഞുകൊണ്ട് സത്യസന്ധമായി കച്ചവടം ചെയ്യുന്നവൻ. അവ കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ധനസമ്പാദനത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ എന്താണ് ഇവിടെ ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്? ഈ ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് താൻ വലിയൊരു പണക്കാരനാണ് എന്ന തണ്ട്, ആ തണ്ട് ഉള്ളതോടുകൂടെ ധനം സമ്പാദിക്കുന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നു. അത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ആ തണ്ടിന് വേണ്ടി ഞാൻ വലിയ പണക്കാരനാണ്, എല്ലാം എൻ്റെ കൈപ്പിടിയിലാണ്, ആരും എൻ്റെ മുകളിൽ പറക്കാനില്ല എന്നൊക്കെയുള്ള ആ അഹങ്കാരത്തിൻ്റെ സ്വഭാവം, അതാണ് ഇവിടെ ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, മൻ തലബൽ മാലൽ ഹലാൽ, ഒരാൾ അനുവദിക്കപ്പെട്ട സമ്പാദ്യം അത് അന്വേഷിക്കുന്നു, ഇസ്തിഗ്ഫാഫൻ അനിൽ മസ്അലത്തി അയൻ അല അഹ്ലിഹി വജിറാനിഹി, അന്യന്റെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കണം, അതുപോലെ തന്നെ കുടുംബത്തിന് ആഹാരം കൊടുക്കണം, അയൽവാസികൾക്കും മറ്റും സഹായിക്കണം. ഈ ഉദ്ദേശപ്രകാരം അവൻ ഹലാലായ സമ്പാദ്യം അന്വേഷിക്കുന്നുവെങ്കിൽ ലഖിയല്ലാഹ്, അല്ലാഹുവിനെ അവൻ കണ്ടുമുട്ടുന്നു. വവജൂഹു മിസ്ലുൽ ഖമരി ലൈലത്തുൽ ബദ്രി, അല്ലാഹുവിനെ അവൻ കണ്ടുമുട്ടുമ്പോൾ അവന്റെ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശപൂരിതമായിരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വമൻ തലബൽ മാലൽ ഹലാല, എന്നാൽ ഹലാലായ അനുവദിക്കപ്പെട്ടിട്ടുള്ള സമ്പാദ്യം തന്നെ ഒരാൾ അന്വേഷിക്കുന്നു. എന്താണ് അത് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം? മുഫാഖിറൻ മുറാഇയ, അയാൾ ഒരു പവർ നടിക്കാൻ വേണ്ടിയാണ്, അഹങ്കാരം കാണിച്ചുകൊണ്ടാണ്, ജനങ്ങളുടെ ഒക്കെ കാണാൻ വേണ്ടിയാണ്, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും പ്രമാണി എന്ന് ജനങ്ങളുടെ ഇടയിലൊക്കെ ആ തണ്ട് കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ലഖിയല്ലാഹ്, അല്ലാഹുവിനെ അവൻ കണ്ടുമുട്ടുന്നത്, വഹുവ അലൈഹി ഖൽബാൻ, അല്ലാഹു ആ സമയത്ത് അവന്റെ മേലിൽ കോപിതനായിരിക്കും. അങ്ങനെയായിരിക്കും അള്ളാഹിനെ കണ്ടുമുട്ടാൻ കഴിയുക. അപ്പൊ അതാണ് ഇവിടെ ധനസമ്പാദനത്തെ ആക്ഷേപിക്കുകയല്ല,
ധനം സമ്പാദിക്കുകയും എന്നിട്ട് അതിൻ്റെ തണ്ട് കാണിക്കുകയും ചെയ്യുക. അതിനു വേണ്ടി ധനം സമ്പാദിക്കുന്നത്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലദീ ജമഅ മാലൻ, ധാരാളം ധനം ഒരുമിച്ച് കൂട്ടി, വഅദ്ദദ, എന്നിട്ട് അതിങ്ങനെ എണ്ണിക്കണക്കാക്കിയിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് ഞാൻ വലിയ കോടീശ്വരനാണ്, ഞാൻ ഏറ്റവും വലിയ പ്രമാണിയാണ് ഇവിടുത്തെ, എന്നെ വെല്ലാൻ ആരും തന്നെയില്ല എന്നിങ്ങനെയുള്ള തണ്ടിൽ കഴിയുന്ന ആൾ, അവന്റെ പലപ്പോഴും ധാരണ എന്തായിരിക്കും? അവന്റെ ധാരണ എപ്പോഴും എന്ത് പ്രതിസന്ധിയെയും എനിക്ക് നേരിടാൻ കഴിയും, കാരണം എൻ്റെ അടുത്ത് പണമുണ്ട് എന്നായിരിക്കും. അതാണ് അടുത്ത അല്ലാഹു തആല തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത്, യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവൻ ധരിച്ചു വെക്കുന്നത് അന്ന മാലഹു, വിഷയം അവന്റെ സമ്പത്ത്, അഖ്ലദ, ഈ ഭൂമിയിൽ അവനെ കാലാകാലം ജീവിപ്പിക്കുമെന്നാണ് അവൻ ധരിച്ചു വെക്കുന്നത്. ഇക്രീം റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ കാണാം, യഹ്സബു അന്ന മാലഹു യസീദു ഫിൽ ഉംരി, അവന്റെ ധാരണ അവന്റെ ഈ പണം അവന് ധാരാളം വയസ്സ് ഉണ്ടാക്കി കൊടുക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾ അവന് ജീവിക്കാൻ കഴിയും. ഒരു ചെറിയ രോഗം വന്നാൽ, അല്ലെങ്കിൽ വലിയ രോഗം തന്നെ വന്നാൽ അവനെ ചികിത്സിക്കാനുള്ള പണമുണ്ട്. ഏത് ഹോസ്പിറ്റലിൽ, എത്ര വലിയ സൗകര്യമുള്ള ഹോസ്പിറ്റലിലാണെങ്കിലും പോയി ചികിത്സിക്കാനുള്ള പണമുള്ളത് കൊണ്ട് എന്ത് രോഗം വന്നാലും അവൻ രക്ഷപ്പെടും, കുറെ കാലം അവന് ജീവിക്കാൻ കഴിയും എന്ന ധാരണയാണ് അവനുള്ളത്. വേറൊരു തഫ്സീറിൽ കാണാം, അന്ന മാലഹു അഖ്ലദഹു എന്ന് പറഞ്ഞാൽ യഅമലു അമലമൻ, അവന്റെ പ്രവർത്തനങ്ങൾ, ധിക്കാരപരമായ അവന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ കണ്ടാൽ തോന്നുക യഅമലു അമലമൻ യൂഖിനു അന്ന മാലഹു അഖ്ലദ, സമ്പത്ത് എല്ലാ കാലവും അവനെ ഇവിടെ ശാശ്വതമാക്കും, അവന് മരണമില്ല, അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ ജീവിക്കും പോലെയുള്ളൊരു ജീവിതവും പ്രവർത്തനവുമായിരിക്കും അവന്റെ പ്രവർത്തനം. അതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ മൊത്തത്തിൽ പറഞ്ഞാൽ അങ്ങനെ വലിയ തണ്ട് കാണിക്കാൻ വേണ്ടി ജനങ്ങളെയൊക്കെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ വേണ്ടിയുള്ള പണസമ്പാദനം, അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ കൊച്ചാക്കി കാണിക്കുകയും, പലപ്പോഴും അങ്ങനെയാണല്ലോ, പണക്കാരാണല്ലോ, അവരെ താഴെ തട്ടിലുള്ളവരൊക്കെ കൊച്ചായി കാണുകയും അവരുടെ കൂടെ ഒന്ന് ഇരിക്കാൻ പോലും അവർ സമയം കണ്ടെത്താതിരിക്കുകയും, അങ്ങനെ ഇരിക്കുന്നത് തന്നെ ഒരു നിസ്സാരമായിട്ട്, അതൊരു അവരുടെ അഭിമാനത്തിൻ്റെ ഒരു ക്ഷതമേൽക്കുന്ന കാര്യമായിട്ട് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള ധാരണയോടുകൂടെ ധനസമ്പാദനം ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.